ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. എല്ലാ ശാക്തേയ ഭക്തർക്കും എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇനിയും നമുക്ക് നോക്കുവാനായിട്ടുള്ളത് 8-ാമത്തെ അധ്യായം മുതൽക്കാണ്. ദേവി മഹാത്മ്യത്തിലെ 8-ാമത്തെ അധ്യായം. അത് രക്തബീജവധമാണ് ഈ ഒരു അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഋഷിരുവാച ചണ്ഡേ ച നിഹതേ ദൈത്യേ മുണ്ഡേ ച വിനിപാതിതേ ബഹുലേഷു ച സൈന്യേഷു ക്ഷപിതേഷ്വസുരേശ്വര. ഋഷിരുവാച, നമ്മൾ പറഞ്ഞ സുമേധസ് എന്ന മഹർഷി വീണ്ടും കഥ തുടരുകയാണ്. ചണ്ഡേച നിഹതേ ദൈത്യേ, ചണ്ഡൻ എന്ന് പറയുന്ന അസുരനെ നിഗ്രഹിച്ചു. അതിനുശേഷം മുണ്ടേച വിനിപാതിതേ, മുണ്ടനെയും നിഗ്രഹിച്ചു. അപ്പോൾ ചണ്ഡൻ എന്ന അസുരനെയും മുണ്ടൻ എന്ന അസുരന്മാരെയും ദേവി നിഗ്രഹിച്ചു. കഴിഞ്ഞില്ല. ബഹുലേഷു ച സൈന്യേഷു ക്ഷപിതേഷു അസുരേശ്വരഃ. ബഹുലേഷു ച സൈന്യേഷു, ധാരാളമായിട്ടുള്ള സൈന്യങ്ങളെയും, ക്ഷപിതേഷു അസുരേശ്വരഃ, അസുരന്മാരുടെ നേതാവായിരുന്ന അല്ലെങ്കിൽ അസുരന്മാരുടെ നായകനായി സേനാനായകനായി മുൻപിൽ നിന്നിരുന്ന ചണ്ഡമുണ്ടന്മാരെയും നിഗ്രഹിച്ചു. ധാരാളം അസുരന്മാരെയും ദേവി നിഗ്രഹിച്ചു. അങ്ങനെ അതായത് തൊട്ട് മുൻപുള്ള അധ്യായത്തിൻ്റെ കഥ തുടർന്ന് പറയുകയായതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങുന്നത്. അവരെയും ഒക്കെ നിഗ്രഹിച്ചു. ആ സമയത്ത് 2-ാമത്തെ ശ്ലോകം, തത കോപപരാധീന ചേതാ ശുംഭ പ്രതാപവാൻ ഉദ്യോഗം സർവസൈന്യാനാം ദൈത്യാനാം ആദിദേശഃ. തത കോപപരാധീനം, തതഃ അപ്പോൾ, അതായത് ശുംഭനിശുംഭന്മാരെയും അതേപോലെ വലുതായുണ്ടായിരുന്ന, അതായത് വലിയൊരു സൈന്യത്തെയും മുഴുവൻ ദേവി ഒറ്റയ്ക്ക് നിന്ന് നിഗ്രഹിച്ചു എന്നറിഞ്ഞപ്പോൾ കോപപരാധീന ചേത, അത്യധികം കോപാകുലമായ ചിത്തത്തോടു കൂടിയവനായി തീർന്നു. ആര്? ശുംഭ പ്രതാപവാൻ, ശുംഭൻ എന്ന അസുരൻ. ദേവിയുടെ വരവ് തന്നെ ശുംഭനിശുംഭന്മാരെ വധിക്കുകയായിരുന്നു. അതിലാണ് ആ ശുംഭനിശുംഭന്മാരോട് ഏറ്റുമുട്ടാനായി വന്ന ദേവിയാണ് ദേവിയോട് നേരെ എതിരിടാൻ വന്നത്. ആദ്യം ചണ്ഡമുണ്ടാസുരന്മാരായിരുന്നു ശുംഭനിശുംഭന്മാരെക്കാളും മുൻപേ. അതുകൊണ്ട് ആദ്യം ചണ്ഡമുണ്ടാസുരന്മാരെ വധിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിരുന്നു, ചണ്ഡമുണ്ടാസുരന്മാരെ വധിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ സൈന്യങ്ങളെ ഇല്ലാതെയാക്കി. ഇനി അടുത്തത് പറയുകയാണ്, അങ്ങനെയുള്ള ആ ശുംഭൻ എന്ന പ്രതാപവാനായിട്ടുള്ള മഹാപരാക്രമശാലിയായിട്ടുള്ള ആ അസുരൻ ഈ വിവരമൊക്കെ അറിഞ്ഞ അത്യധികം കോപാകുലനായി. ഉദ്യോഗം സർവസൈന്യാനാം ദൈത്യാനാമാതിദേശഃ. സർവസൈന്യാനാം, തൻ്റെ സൈന്യങ്ങളെയൊക്കെ വിളിച്ചിട്ട് ദൈത്യാനാം ഉദ്യോഗമാതിദേശഃ, ആ ശുംഭൻ എന്ന അസുരൻ ആദിദേശം എന്ന് പറഞ്ഞാൽ നിർദ്ദേശിച്ചു. എന്തിന്? ഉദ്യോഗം എന്ന് പറഞ്ഞാൽ പോയി യുദ്ധം ചെയ്യുവാൻ. വെറുതെ യുദ്ധം ചെയ്യുകയല്ല, തൻ്റെ അസുര സൈന്യ നേതാവായിരുന്ന നായകന്മാരായിരുന്ന
ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിച്ച് ആ ദേവിയെ പിടിച്ചു കെട്ടി കൊണ്ടുവരണം ഒന്നുകിൽ, അല്ലെങ്കിൽ നിഗ്രഹിക്കണം നിങ്ങൾ അവിടെ വെച്ച് തന്നെ എന്ന നിർദ്ദേശവും കൊടുത്തു. മൂന്നാമത്തെ ശ്ലോകം. അദ്യ സർവബലൈർദൈത്യ ഷഡശീതിരുദായുധ കമ്പൂനാം ചതുരശീതിർനിര്യാന്തു സ്വബലൈർവൃതാ. അദ്യ സർവബലൈർദൈത്യ. അദ്യ ഇപ്പോൾ സർവബലൈർദൈത്യ എല്ലാ സൈന്യങ്ങളോടും കൂടി ഈ അസുര സാമ്രാജ്യത്തിലെ വേണ്ടതായിട്ടുള്ള എല്ലാ ബലം എന്നാൽ സൈന്യങ്ങളോടും കൂടി എങ്ങനെയുള്ള ഷഡശീതിരുദായുധ. ഷഡശീതി, അശീതി എന്നാൽ 80, ഷഡശീതി 86, ഷഡശീതിരുദായുധ 86 കോടി അസുരന്മാരും. ഇവിടെ ഈ 86 കോടി അസുരന്മാരെന്ന് പറയുന്നത് ദിതി എന്ന് പറയുന്ന അസുരമാതാവിൻ്റെ വംശജരാണ്. ഈ 86 കോടി അസുരന്മാരും അതേപോലെ സർവബലൈർ അവരെല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും എടുത്തുകൊണ്ട് പുറപ്പെടുവിൻ. ഇവിടെ ആ ശുംഭന്റെ ആജ്ഞ എന്തായിരുന്നു എന്നാണ് പറയുന്നത്. പുറപ്പെടുവിൻ ഇപ്പോൾ തന്നെ. കമ്പൂനാം ചതുരശീതിർ നിര്യാന്തു സ്വബലൈർ വൃത. കമ്പൂനാം, കമ്പു എന്ന അസുരമാതാവിൻ്റെ വംശത്തിങ്കലുള്ള, അതായത് ആ ഒരു അസുരമാതാവിൻ്റെ പരമ്പരയിൽ വരുന്നതായിട്ടുള്ള ചതുരശീതിർ നിര്യാന്തു. ചതുരശീതിർ 84 കോടി. ചതുഹു അശീതി, ചതുരശീതി. അവിടെ 84 കോടി അസുരന്മാരുണ്ട് ആ ഒരു പരമ്പരയിൽ. ദിതി എന്ന അസുരമാതാവിൻ്റെതാണ് 86 കോടി അസുരന്മാരെങ്കിൽ കമ്പു എന്ന അസുരമാതാവിൻ്റെ വംശത്തിങ്കിൽ 84 കോടി അസുരന്മാരുണ്ട്. അവരൊക്കെയും നിര്യാന്തു സ്വബലൈർവൃത. നിര്യാന്തു എന്ന് പറഞ്ഞാൽ അവരുമൊക്കെ അങ്ങോട്ട് പുറപ്പെടുക. എങ്ങനെ? സ്വബലൈർവൃത, അവരും തങ്ങളുടെ സൈന്യവുമായി അങ്ങോട്ട് പുറപ്പെടുക. ഇനി അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ്. കോടിവീര്യാണി പഞ്ചാശദസുരാണാം കുലാനി വൈ ശതം കുലാനി ധൂമ്രാണാം നിഗച്ഛന്തു മമാജ്ഞയാം. ഇവിടെ കോടിവീര്യാണി എന്നുള്ളിടത്ത് കോട്ടവീയാനി എന്നും ചില ഗ്രന്ഥങ്ങളിൽ കാണാം. ഇവിടെ കോട്ടവീയാനി എന്നുള്ള വാക്കാണ് വരുന്നതെങ്കിൽ കോട്ടവി എന്ന അസുര മുത്തശ്ശിയുടെ വംശത്തിലുള്ളത് എന്നുള്ളത് വരും. അതല്ല, കോടിവീര്യാണി എന്നാൽ കോടിക്കണക്കിനുള്ള അതിബലവാന്മാരായിട്ടുള്ള മഹാപരാക്രമശാലികളായിട്ടുള്ള പഞ്ചാശത് അസുരാണ്. പഞ്ചാശത് എന്നാൽ 50 കോടി അസുരന്മാര്. പിന്നെയോ കുലാനി വൈ ശതം കുലാനി ധൂമ്രാണാം നിർഗച്ഛന്തു മമാജ്ഞയാം. ശതം കുലാനി ധൂമ്രാണാം, ധൂമ്രയുടെ കുലത്തിൽപ്പെട്ടതായിട്ടുള്ള ശതം എന്ന് പറഞ്ഞാൽ 100 കോടി അസുരന്മാരുണ്ട്. അവരുമൊക്കെ ഇവർ രണ്ടുപേരും നിർഗച്ഛന്തു മമ ആജ്ഞയ, എൻ്റെ ആജ്ഞ അനുസരിച്ച് ഇപ്പോൾ തന്നെ പുറപ്പെടുക. അവരൊക്കെ ഈ 50 കോടി അസുരന്മാരും അതുപോലെ ധൂമ്രയുടെ കുലത്തിൽപ്പെടുന്ന 100 കോടി അസുരന്മാരും, ഇവർ രണ്ടുപേരും എൻ്റെ ആജ്ഞ അനുസരിച്ച് താങ്കളുടെ സൈന്യങ്ങളുമായിട്ട് ഇപ്പോൾ തന്നെ പുറപ്പെടുവിൻ. അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. കാലകാദൗർഹൃതാ മൗര്യ കാലകേയാസ്തഥാസുരാ യുദ്ധായ സജ്ജ നിര്യാന്തോ ആജ്ഞയാ ത്വരിതാ മമ. കാലകദൗർഹൃതാ മൗര്യ, അതായത് കാലവംശക്കാര്, ദൗർഹൃത എന്ന് പറഞ്ഞാൽ ദുർഹൃത വംശക്കാര്, മൗര്യന്മാര്, അതായത് പിന്നെയോ കാലകേയസ്തഥ അപരെ, കാലകവംശക്കാര്, പിന്നെയോ തഥ അപരെ, പിന്നെ മറ്റുള്ള വംശങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള, അഥവാ ഈ ഇപ്പോൾ പറഞ്ഞ ഈ ഇത്രയും വംശങ്ങളിൽ നിന്നും ഇതിലൊന്നും പെടാതെ അങ്ങിങ്ങായുള്ള മറ്റുള്ള അസുരന്മാരുണ്ട്. അപ്പോൾ അവരുമൊക്കെ
യുദ്ധായ സജ്ജ നിര്യാന്തോ ആജ്ഞയാ ത്വരിതാ മമ. യുദ്ധായ സജ്ജ, യുദ്ധത്തിന് സജ്ജരായിക്കൊണ്ട്, നിര്യാന്തോ പുറപ്പെടുക ഇപ്പോൾ തന്നെ, ആജ്ഞയാ ത്വരിതാ മമ എൻ്റെ മമ ആജ്ഞയ എൻ്റെ ആജ്ഞയനുസരിച്ച്, ത്വരിത പെട്ടെന്ന് തന്നെ പുറപ്പെടുക. അതായത് ഇനിയും സമയം കളയരുത്. നമ്മുടെ സൈന്യാധിപന്മാരായിട്ടുണ്ടായിരുന്ന ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിച്ച ആ പെണ്ണ്, ആ സ്ത്രീ അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നമുക്ക് കാര്യം കാണണം. അതുകൊണ്ട് കോടിക്കണക്കിന് ഓരോരോ വംശത്തിൽപ്പെട്ട ഇപ്പോഴത്തെ തലമുറയിലുള്ള വീരന്മാരായിട്ടുള്ള അസുരന്മാരെയും അവരുടെ സൈനികരെയും ഒക്കെ അവരോടൊക്കെ ആജ്ഞാപിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടുക, ത്വരിത വളരെ പെട്ടെന്ന് തന്നെ പുറപ്പെടുക, ഇത് എൻ്റെ ആജ്ഞയാണ്, നിങ്ങൾ അനുസരിക്കുക എന്ന് കൽപ്പിക്കുകയാണ്. ഇനിയും 6-ാമത്തെ ശ്ലോകമാണ്. ഇത്യാജ്ഞാപ്യസുരപതി ശുംഭോ ഭൈരവശാസന നിർജഗാമ മഹാസൈന്യ സഹസ്രൈർബഹുഭിർവൃത. ഇതി ആജ്ഞാ അപി അസുരപതിഃ. ഇതി ആജ്ഞ, ഈ ഒരു ആജ്ഞയെ, അപി അസുരപതിഃ ശുംഭോ ഭൈരവശാസനഃ, ശുംഭന്റെ ഈ ആജ്ഞകളെ അനുസരിക്കാത്തവരെ, പിന്നെ ചിലപ്പോൾ കാണാൻ തന്നെ, ജീവനോടെ കാണാൻ തന്നെ കിട്ടുകയില്ല. അതുകൊണ്ട് എന്താ വേണ്ടേ? അതുകൊണ്ട് ശുംഭൻ എന്ന് പറയുന്നത്, ഭൈരവശാസനനായത് ശുംഭന്റെ ആജ്ഞയനുസരിച്ച് ഈ അസുര സൈന്യങ്ങളൊക്കെ നിർജഗാമ മഹാസൈന്യ സഹസ്രൈർബഹുഭിർവൃത. നിർജഗാമ പുറപ്പെട്ടു, മഹാസൈന്യ സഹസ്രൈർ, അതായത് അനേകായിരം മഹാസുരന്മാരെ ചേർത്ത. ഇവിടെ മഹാസുരന്മാരെന്ന് പറയുമ്പോൾ അത്രയും പരാക്രമശാലികളായിട്ടുള്ള അസുരന്മാരെ ചേർത്ത ഈ കോടിക്കണക്കിന് വരുന്ന സൈന്യം, സഹസ്രൈർ ബഹുഭിർവൃത, ബഹുഭിഹി സഹസ്രൈവൃത, അനേകായിരം കോടിക്കണക്കിന് മഹാപരാക്രമികളായിട്ടുള്ള അസുരന്മാർ നിരന്ന സൈന്യത്തോടു കൂടിയിട്ട് അവരൊക്കെയും ഭൈരവശാസന, ആ ശുംഭന്റെ ആ ഒരു കർക്കശമായ ശാസനയെ തുടർന്ന്, അതും കോപിഷ്ഠനായി നിൽക്കുന്ന ശുംഭനാണ്, അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് മൂർച്ചയേറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഭയാനകമായിട്ടുള്ള ശാസന കേട്ടിട്ട് അസുരപതിയായിട്ടുള്ള, ഇപ്പോഴത്തെ അസുരന്മാരുടെ രാജാവായിട്ടുള്ള ശുംഭന്റെ വാക്കുകൾ കേട്ടിട്ട് അവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധത്തിനായി പുറപ്പെട്ടു. ഇനി അടുത്തത് 7-ാമത്തെ ശ്ലോകമാണ്. ആയാന്തം ചണ്ഡികാ ദൃഷ്ട്വാ തത് സൈന്യമതിഭീഷണം ജ്യാസ്വനൈ പൂരയാമാസ ധരണീ ഗഗനാന്തരം. ആയാന്തം ചണ്ഡികാ ദൃഷ്ട്വാ തത് സൈന്യം അതിഭീഷണം, അതിഭീഷണമായിട്ടുള്ള അതിഭയാനകമായിട്ടുള്ള സൈന്യത്തെ, ആ അസുര സൈന്യത്തിൻ്റെ വരവ് കണ്ടിട്ട്, ആയാന്തം വരുന്നത് ദൃഷ്ട്വാ കണ്ടിട്ട്, ആ ചണ്ഡികാദേവി ജാസ്വനൈ പൂരയാമാസ ധരണീ ഗഗനാന്തരം. ജാസ്വനൈ തൻ്റെ ചെറുഞാണലി കൊണ്ട്, നോക്കൂ, ഇത്രയും കോടിക്കണക്കിന് സൈന്യം ഇരച്ചു വരുന്നിടത്ത് ദേവി എന്താ ചെയ്ത? തൻ്റെ ഒരു ചെറുഞാണലി കൊണ്ട് പൂരയാമാസ ധരണി ഗഗനാന്തരം. ധരണി എന്നാൽ ഭൂമി, ഗഗനം ആകാശം, ഭൂമി ആകാശം ഇവയെയൊക്കെ തൻ്റെ ഒരു ചെറുഞാണലി കൊണ്ട് അതിൻ്റെ ശബ്ദത്താലൊന്ന് മുഖരിതമാക്കി. അപ്പോൾ അവിടെ തന്നെ ദേവി കാണിച്ചു കൊടുക്കുകയാണ്, തൻ്റെ മുൻപിലേക്ക് ഇരച്ചു വരുന്ന ഈ അസുര സൈന്യം, കോടിക്കണക്കിനുള്ള അസുര സൈന്യം എത്രയോ തുച്ഛമാണ് തനിക്ക് എന്ന് കാണിച്ചു. തൻ്റെ ഒരു ചെറുഞാണലി കൊണ്ട് ഭൂമിയും ആകാശവും കൂടി നിറയുമെങ്കിൽ, അല്ലെങ്കിൽ അതിൽ മാറ്റൊലിക്കൊള്ളുമെങ്കിൽ, ഈ ഭൂമിയുടെ ഒരു കോണിലുള്ള ഈ അസുര രാജാവോ അസുരന്മാരോ കോടിക്കണക്കിന് വരുന്ന സൈന്യമോ ഒന്നും ദേവിക്ക് മുൻപിൽ ഒന്നുമല്ല എന്ന ആ വരുന്ന വരവിൽ തന്നെ ദേവി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ തമോ ഗുണം കൂടുതലുള്ളവർക്ക് മൂഢബുദ്ധി കൂടുതലായിരിക്കും.
അവർക്ക് കാര്യങ്ങളെ ശരിയായ വിധത്തിൽ ഗ്രഹിക്കുന്നതിനുള്ള ശേഷിയില്ലാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ തന്നെയുമല്ല, ശുംഭൻ എന്ന തങ്ങളുടെ രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് വന്നതാണ്. തങ്ങൾക്കപ്പോൾ പറയുന്നത് ചെയ്യാതെ ഇരിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ യുദ്ധത്തിനായി മുന്നോട്ട് തന്നെ ഇരച്ചു കയറി വരികയാണ്. ഇനി 8ാമത്തെ ശ്ലോകം. തദസിംഹോ മഹാനാദമതീവ കൃതവാൻ നൃപ ഖണ്ഡാസ്വനേന തന്നാദമംബികാചോപബൃംഹയത്. തദസിംഹോ മഹാനാദം അതീവ കൃതവാൻ നൃപ ഖണ്ഡാസ്വനേന തന്നാദം അംബികാ സമബ്രംഹയത്. അല്ലയോ രാജാവേ, ഇവിടെ പറയുക, അങ്ങ് കേട്ടാലും. ഇവിടെ ആ സുരഥൻ എന്ന് പറയുന്ന രാജാവിനോടുമൊക്കെ ഇങ്ങനെ പറയുക, എന്താ, ദേവി ഈ അസുരന്മാരെയൊക്കെ നശിപ്പിച്ച കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്തത്? തദസിംഹോ മഹാനാദം അതീവ കൃതവാൻ. ആ ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹമാകട്ടെ മഹാനാദമുണ്ടാക്കി, എന്ന് പറഞ്ഞാൽ ഘോരമായി ഒന്ന് ഗർജിച്ചു. എന്നിട്ടോ നൃപ ഖണ്ഡാസ്വനേന തന്നാദം അംബികാ സമബ്രംഹയത്. ഭഗവതി ആകട്ടെ തൻ്റെ കൈവശമുള്ള ആ മണിനാദത്താൽ, ഖണ്ഡാസ്വനേന മണിനാദം കൊണ്ട് തന്നെ, തന്നാദം അംബിക സമബ്രംഹയത് സിംഹത്തിൻ്റെ ആ വലിയ ഗർജിക്കുന്നതിൻ്റെ ആ ഒരു ഘോരമായ ശബ്ദത്തെ സമബ്രംഹയത് എന്ന് പറഞ്ഞാൽ വീണ്ടും വർദ്ധിപ്പിച്ചു. അതായത് അതിൻ്റെ ആ ഒരു ഭയാനകത ആ അന്തരീക്ഷത്തിൽ ദേവി തൻ്റെ മണിനാദം കൊണ്ടും സിംഹത്തിൻ്റെ ഗർജനം കൊണ്ടും ആ അന്തരീക്ഷത്തെ ഒരു ഭയാനകത ജനിപ്പിച്ചു. വരുന്ന അസുരന്മാർക്കുള്ള ഒരു അസുര സൈന്യത്തിനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു, ഒരു വാർണിംഗ് ആയിരുന്നു അത്. പക്ഷേ അതുകൊണ്ടൊക്കെ ഈ അസുരന്മാർ അടങ്ങില്ല എന്നറിയാമെങ്കിലും ദേവി താൻ ആരാണ് എന്നൊന്ന് ചെറിയതായിട്ടൊന്ന് സൂചിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ധനുർജ്യാസിംഹ ഖണ്ഡാനാദ്നാദപൂരിതദിങ്മുഖാൻ നിനാദേർഭീഷണൈകാളി ജിഗ്യേ വിസ്താരിതാനന. ധനുർജ്യ സിംഹഖണ്ഡാനാം. ദേവിയുടെ ധനുർജ്യ, ആ വില്ലിൽ നിന്നും പുറപ്പെട്ട ആ ഒരു ചെറുന്ന ഞാണുലി എന്ന് പറയുന്നത് സിംഹഖണ്ഡാനാം നാദാപൂരിത ദിങ്മുഖാൻ. അപ്പോൾ ദേവിയുടെ ആ വില്ലിൽ നിന്നും പുറപ്പെടുന്ന ആ ശബ്ദം, ആ ഒരു ചെറു ഞാണുലി ശബ്ദം, പിന്നെ സിംഹഖണ്ഡാനാം നാദാപൂരിത ദിങ്മുഖാനാം, സിംഹത്തിൻ്റെ ആ ഒരു വലിയ ഗർജന ശബ്ദം കഴിഞ്ഞില്ല. ദേവിയുടെ നാദാപൂരിത, മുമ്പ് പറഞ്ഞിരുന്നു മണിനാദം ഉണ്ടാക്കിയെന്ന്, ആ മണിനാദത്തിൻ്റെ ശബ്ദം, ഇതെല്ലാം കൂടി നിനാദേർ ഭീഷണൈ കാളീജിഗ്യേ വിസ്താരിതാനന. അപ്പോൾ ഈ 3 ശബ്ദങ്ങളെ കൊണ്ട് തന്നെ അന്തരീക്ഷം മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, വിറച്ചു നിൽക്കുന്നു. ആ സമയത്ത് എന്നാൽ ദേവി ആകട്ടെ, ആ ചണ്ഡികാദേവി തൻ്റെ വായ പിളർന്ന വിസ്താരിത ആനന, തൻ്റെ വായ് നന്നായിട്ട് അങ്ങോട്ട് പിളർന്നുകൊണ്ട്, ഒപ്പം ദേവിയുടെ വായിൽ നിന്നും പുറപ്പെട്ട ആ നാദങ്ങൾ എല്ലാ ശബ്ദങ്ങളെയും ജയിച്ച് എല്ലാ ദിക്കുകളിലും, ഈ അഷ്ടദിക്കുകളിലും തട്ടി കേൾക്കായി വന്നു. അത്രമാത്രം നിനാദൈർ ഭീഷണി, ഒരു ഭീകരമായ അന്തരീക്ഷം അവിടെ ദേവി സൃഷ്ടിച്ചു. നോക്കൂ, ഈ 3 ശബ്ദങ്ങളെ, ഒരു സിംഹത്തിൻ്റെ ഗർജിക്കുന്ന, അതും എങ്ങനെ ഭയങ്കര ഘോരമായി ഗർജിക്കുന്ന ഒരു ശബ്ദമുണ്ട്, ദേവിയുടെ ചെറു ഞാണൊലി ശബ്ദമുണ്ട്. ആ ഞാണൊലി ശബ്ദം കൊണ്ട് ആകാശവും ഭൂമിയും മുഴുവൻ മാറ്റൊലിക്കൊണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എത്രമാത്രം വലിയൊരു ശബ്ദമായിരുന്നു അത്. അങ്ങനെ അതുണ്ട്, ദേവിയുടെ മണിനാദമുണ്ട്. ഈ 3 ശബ്ദങ്ങളെ ലയിപ്പിക്കുന്ന വിധത്തിൽ ദേവി തൻ്റെ ആ വലിയ വായ തുറന്നിട്ട്, ആ കാളി ചണ്ഡികാദേവി തൻ്റെ വലിയ വായ തുറന്നിട്ട് വായിൽ നിന്നും പുറപ്പെടുവിച്ച ഘോരമായ ശബ്ദങ്ങൾ കൊണ്ട് ഈ 3 ശബ്ദങ്ങളും അതിൽ ലയിച്ചു പോയി എന്ന് പറഞ്ഞാൽ അതിനും മേലെയായിരുന്നു ദേവിയുടെ ശബ്ദം. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. തന്നിനാദമുപശ്രുത്യ ദൈത്യസൈന്യൈശ്ചതുർദിശം
ദേവീ സിംഹസ്തഥാ കാളീ സരോഷൈഃ പരിവാരിതാ. തം നിനാദമുപശ്രുത്യ, ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ദൈത്യ സൈന്യശ്ചതുർദിശം, ദൈത്യന്മാര് അതായത് അസുര സൈന്യം ദേവി സിംഹസ്തഥാ കാളി സരോഷൈ പരിവാരിത, ദേവി സിംഹ തഥാ കാളി. അപ്പോൾ ഈ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ ദേവിയെയും സിംഹത്തെയും ആ കാളി ഭഗവതിയെ ഒക്കെ സരോഷൈ അതീവ കോപിഷ്ഠന്മാരായിട്ട് സൈന്യം എന്ത് ചെയ്തു? ചതുർദിശം പരിവാരിത, എല്ലാ ദിക്കുകളിൽ നിന്നും വന്ന് വളഞ്ഞു, ദേവിയെ അങ്ങ് വളഞ്ഞു. അപ്പോൾ ദേവിയുടെയും സിംഹത്തിൻ്റെയും ചുറ്റിനും ഇപ്പോൾ അസുര സൈന്യം അങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. 10 ശ്ലോകം വീതം പോകാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ.